നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട സുന്നത്തായ ഒരു കാര്യം. നമ്മുടെ വീട്ടിലും നമ്മുടെ നാട്ടിലൊക്കെ ബർക്കത്ത് ഉണ്ടാവാൻ ഉതകുന്ന ഒരു സുന്നത്താണ്. 100 ഷഹീദിന്റെ പ്രതിഫലം അതുകൊണ്ട് നമുക്ക് കരസ്ഥമാക്കാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ പാപങ്ങൾ പൊറുപ്പിക്കാനും നമുക്ക് വലിയ പ്രതിഫലം കരസ്ഥമാക്കാനും കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്ത്. നാം നിസാരമായിട്ട് ഒഴിവാക്കുന്ന ഒരു സുന്നത്താണ് പലപ്പോഴും. ആ സുന്നത്തായ കാര്യം ഏതാണ് എന്നാണ് ഈ വീഡിയോയിലൂടെ നാം പരിശോധിക്കാൻ പോകുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോകുന്ന തെറ്റുകുറ്റങ്ങളൊക്കെ അല്ലാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്തായ കാര്യമുണ്ട്. നമ്മൾ പലപ്പോഴും ഒഴിവാക്കി കളയും. പലപ്പോഴും ആ സുന്നത്ത് ഉണ്ടോന്ന് തന്നെ പലർക്കും അറിയുകയില്ല. ഏതാണ് ആ സുന്നത്ത്? മഗ്രിബ് നിസ്കാരത്തിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തായ നിസ്കാരം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട, ഒരുപാട് പ്രതിഫലം നമുക്ക് കരസ്ഥമാക്കാൻ കഴിയുന്ന സുന്നത്തായ നിസ്കാരമാണ്. നമ്മുടെ പാപങ്ങൾ അതുകൊണ്ട് പൊറുപ്പിക്കാൻ സാധ്യമാകും. റവാത്തിബ് സുന്നത്തുകളിൽപ്പെട്ട സുന്നത്ത് നിസ്കാരമാണ് ഈ മഗ്രിബിന് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം എന്ന് പറയുന്നത്. റവാത്തിബ് സുന്നത്തുകളെ കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ. നമ്മുടെ നിസ്കാരത്തിൽ സംഭവിച്ചു പോയ അപാകതകൾ പരിഹരിക്കാൻ ഉതകുന്നതാണ് റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ. അതുകൊണ്ട് വലിയ പ്രതിഫലവും നമുക്ക് കരസ്ഥമാക്കാൻ സാധ്യമാകുന്നുണ്ട്. പല മഹല്ലത്തുകളിലും പല പള്ളികളിലും ആ സുന്നത്ത് നിസ്കാരം നിസ്കരിക്കാറില്ല. അത് നിസ്കരിക്കുന്നതോടുകൂടെ നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ ചെയ്യണം. മഗ്രിബിന് മുമ്പ് എന്ത് ചെയ്യണം? 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം അത് നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മുടെ വീട്ടിലും നമ്മുടെ മഹല്ലുകളിലും നമ്മുടെ നാട്ടുകളിലൊക്കെ ബർക്കത്തുണ്ടാകാൻ ഉതകുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്തായ കാര്യമാണ് മഗ്രിബിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം എന്ന് പറയുന്നത്. അത് നമ്മൾ നിർവഹിക്കണം, ഒഴിവാക്കി കളയാൻ പാടില്ല എന്ന് പ്രധാനമായിട്ടും ഓർമ്മപ്പെടുത്തുകയാണ്. പലപ്പോഴും പല മഹല്ലുകളിലും പല പള്ളികളിലും മഗ്രിബിന് മുമ്പ് സുന്നത്ത് നിസ്കാരം നിസ്കരിക്കും, പലയിടത്തും നിസ്കരിക്കാറില്ല. പലപ്പോഴും ഈ നിസ്കരിക്കുന്ന പള്ളികളിലേക്ക് പുറത്തു നിന്നൊക്കെ പല ആളുകളും വന്നാൽ അവർക്ക് അത്ഭുതമാണ്, ഇങ്ങനെ ഒരു സുന്നത്ത് നിസ്കാരം ഉണ്ടായിരുന്നോ എന്നത്. അപ്പൊ പലർക്കും അറിയില്ല, അത് നിലനിർത്താറില്ല. അതുകൊണ്ടാണ്. അപ്പോ ഇത് നമ്മൾ കൃത്യമായിട്ട് നിലനിർത്തണം. നമ്മുടെ വീട്ടിലൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യും? ഈ നിസ്കാരങ്ങൾക്ക് മുമ്പ് ചിലപ്പോ പള്ളിയിലേക്ക് വരുന്ന ആളാണെങ്കിൽ ഉളുവെടുത്തതിന് ശേഷം സുന്നത്ത് നിസ്കാരമുണ്ട്. അതുപോലെ തന്നെ പള്ളിയിൽ കയറിയാൽ സുന്നത്ത് നിസ്കാരമുണ്ട്. ഇപ്പോ മഗ്രിബിക്കാണെങ്കിൽ മഗ്രിബിന് മുമ്പ് സുന്നത്ത് നിസ്കാരമുണ്ട്. അപ്പൊ എന്ത് ചെയ്യാ? 3 നിസ്കാരങ്ങളുടെ നിയ്യത്ത് ഒരുമിച്ച് വെക്കാമെന്ന് ഫുഖാക്കൾ പറയുന്നുണ്ട്. ആ ഒരു നിസ്കാരം കൊണ്ട് തന്നെ 3 സുന്നത്ത് നിസ്കാരങ്ങളുടെ പ്രതിഫലം നമുക്ക് കരസ്ഥമാക്കാൻ സാധ്യമാകും. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ വിശദമായിട്ട് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇതിൽ പിൻ ചെയ്ത് വെക്കാം. ഇൻഷാ അല്ലാഹ് എടുത്ത് കാണുക. അപ്പൊ നമുക്ക് വലിയ പ്രതിഫലം, ഒരു നിസ്കാരം കൊണ്ട് തന്നെ 3 നിസ്കാരങ്ങളുടെ പ്രതിഫലം നമുക്ക് കരസ്ഥമാക്കാൻ സാധ്യമാകും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സുന്നത്ത് നിസ്കാരം നിർവഹിച്ചതായിട്ട് നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും. ഹബീബായ തങ്ങൾ കാന യുസല്ലി ബഅദൽ മഗ്രിബി റകഅത്തൈനി റവാത്തിബത്തൻ. ഹബീബായ തങ്ങൾ മഗ്രിബിക്ക് ശേഷം 2 റക്അത്ത് റവാത്തിബ് നിസ്കാരം, സുന്നത്ത് നിസ്കാരം നിർവഹിക്കുമായിരുന്നു. അതുപോലെ തന്നെ അന്നഹു സല്ല ഖബ്ലൽ മഗ്രിബി റകഅത്തൈനി, മഗ്രിബിക്ക് മുമ്പും 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിർവഹിക്കുമായിരുന്നു എന്ന് നമുക്ക് ഹദീസുകളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അത് നിർവഹിക്കണം. മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇത് സുന്നത്തായ കാര്യമാണ്. മഗ്രിബിക്ക് മുമ്പ് ലഘുവായ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നമുക്ക് നിർവഹിക്കാമെന്ന്. അതുപോലെ തന്നെ മഹാനായ ഇബ്നു ഹജർ തങ്ങൾ അദ്ദേഹത്തിന്റെ തുഹ്ഫയിലും മഗ്രിബിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ലഘുവായി നിർവഹിക്കാം എന്ന്, അത് സുന്നത്തായ കാര്യമാണെന്നൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മഹാന്മാരായ സഹാബത്ത് നിർവഹിച്ചതായിട്ട്, അവരെ നിസ്കരിച്ചതായിട്ട് നമുക്ക് കിതാബുകൾ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അത് നിർവഹിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്ർ ചൊല്ലൽ പ്രത്യേക സുന്നത്തുണ്ട്. വലിയ പ്രതിഫലം നമുക്ക് കരസ്ഥമാക്കാൻ സാധ്യമാകും. അതുകൊണ്ട് ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്, ഇങ്ങനെ ആ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്നുള്ള ദിക്ർ നമ്മൾ ചൊല്ലിയാൽ അഹബ്ബു ഇലയ്യ മിമ്മാ തലഅത അലൈഹി ശംസു, അല്ലാഹുവിനെ സൂര്യൻ ഉദിക്കുന്നതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഈ ദിക്റുകളെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതെന്ത് ചെയ്യാം? നമുക്ക് നേരമില്ലെങ്കിൽ എന്ത് ചെയ്യാം? നമ്മൾ പോകുന്ന വഴിക്കെങ്കിലും എന്ത് ചെയ്യാം?
ചെയ്യുക. പലപ്പോഴും മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് ദുആ ചെയ്യാറാണ് പതിവ്. അതുകൊണ്ട് തന്നെ ചിലപ്പോ നമുക്ക് സമയമില്ലെങ്കിലും തിരക്കുകളോ ജോലി തിരക്കുകളോ ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ നടന്നു പോകുന്ന വഴിക്കൊക്കെ ഇത് ചെല്ലാലോ നിസ്കാര ശേഷം. അതെന്ത് ചെയ്യുക, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതൊക്കെ എന്ത് ചെയ്യുക, ആ ദിക്റുകളൊക്കെ നമ്മൾ പ്രധാനമായിട്ട് കൊണ്ടുവരണം. അതുപോലെ തന്നെ ആയത്തുൽ കുർസി, എല്ലാ ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷം ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ വലിയ പ്രതിഫലമുണ്ട്. ഇതൊക്കെ നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. മുമ്പേ ഉള്ള വീഡിയോകളിൽ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ നിലനിർത്തണമെന്ന് പ്രധാനമായിട്ട് ഉറപ്പെടുത്തുകയാണ്. ഈ സുന്നത്തൊക്കെ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. മഗ്‌രിബ് മുമ്പുള്ള സുന്നത്തൊന്നും പലപ്പോഴും പലരും ഒഴിവാക്കുന്നതാണ് കാണാറ്. അതൊക്കെ നിലനിർത്തിയാൽ വലിയ പ്രതിഫലമുണ്ട്. ഈ സുന്നത്തുകൾ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്ന സമയത്ത് ഹബീബാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി ലഹു അജ്റു മിഅതി ഷഹീദിൻ. ആരെങ്കിലും സുന്നത്തുകളെ ഹയാത്താക്കിയാൽ, എന്റെ സുന്നത്തുകളെ മുറുകെ പിടിച്ചാൽ, ഉമ്മത്തിന് ഫസാദ് സംഭവിക്കുന്ന സമയത്ത്, ഈ സമുദായത്തിന് ഫസാദ് സംഭവിക്കുന്ന സമയത്ത് സുന്നത്തുകളെ മുറുകെ പിടിച്ചാൽ അവർക്ക് ലഹു അജ്റു മിഅതി ഷഹീദിൻ, അവർക്ക് 100 ഷഹീദിന്റെ പ്രതിഫലമുണ്ടെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് 100 ഷഹീദിന്റെ പ്രതിഫലം ലഭിക്കാൻ ഉതകുന്ന സുന്നത്തായ കാര്യങ്ങളാണ് ഇതൊക്കെ. ഇൻഷാ അല്ലാഹ് അതൊക്കെ ജീവിതത്തിൽ നിലനിർത്തണമെന്ന് പ്രധാനമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. അല്ലാഹു നമ്മെ എല്ലാവരെയും അവന്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയത്തോടെ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.